welcome back to Angel's Beautiful World. അമ്മ അപ്പയും കൂടെ പിള്ളേർക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് സർപ്രൈസ് ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങി തരാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വേറെ ബിനു തോമസ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അതൊക്കെ കവർ ചെയ്ത് പിള്ളേർക്ക് എന്താണെന്നറിയില്ല അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പപ്പീനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഏത് ബ്രീഡാണ്? അപ്പം നമ്മൾ നവംബറിൽ തുടങ്ങിയതാണ് ക്രിസ്മസിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. അങ്ങനെ ഞങ്ങൾ നവംബറിൽ അപ്പ സെർച്ച് ചെയ്ത് ഏത് ബ്രീഡാണ് പിള്ളേർക്ക് ഏറ്റവും നല്ലതെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഷിറ്റ്സ് വേണമെന്ന് അപ്പോൾ ഫൈൻഡ് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്തത് ഫേസ്ബുക്കിനകത്ത് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഷിറ്റ്സ് തന്നെ മിക്സ് ഉണ്ട്, പ്യുവർ ബ്രീഡ് ഉണ്ടെന്നൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഷിറ്റ്സുവിൻ്റെ പ്യുവർ ബ്രീഡിനെ പിള്ളേർക്ക് വേണ്ടി ബുക്ക് ചെയ്തു. അത് നവംബർ 1 ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഡിസംബർ നമ്മുടെ പിള്ളേരുടെ വെക്കേഷൻ 8 വീക്സ് ആകുമ്പോഴത്തേനും തരാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സെസ്നോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ മാക്ഡൊണാൾഡ്സിൽ ഇറങ്ങി ഷേക്കൊക്കെ കുടിച്ച് ഇവർക്കറിയില്ല കേട്ടോ, ഇവരോട് ഒരു രീതിയിലും നമ്മളൊരു ഇൻഫർമേഷൻ കൊടുത്തില്ല. അപ്പോൾ നമ്മൾ ബിനു തോമസിൻ്റെ വീട്ടിൽ വെച്ച് പാക്കൊക്കെ ചെയ്ത കാരണം എല്ലാം അങ്ങോട്ടാണ് നമ്മൾ സാധനങ്ങളെല്ലാം ഓർഡറൊക്കെ ചെയ്തിരുന്നത് പട്ടിക്ക് വേണ്ടിയുള്ള. അപ്പോൾ ഇവരോട് പറഞ്ഞു ബിനു തോമസിൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളെ വീട്ടിലെത്തി. പപ്പിയെ കാണാന്നും പറഞ്ഞ അപ്പൊ വിളിച്ചോണ്ട് പോയതല്ലേ. അപ്പം ഞങ്ങൾ ക്യാരറ്റിന്റെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ മേച്ചു. ഞങ്ങൾ താങ്ക് യു. ഞങ്ങൾ ഓർത്തു അത് ആ ചേച്ചിക്കുള്ള ഗിഫ്റ്റ് ആണെന്ന്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നേ ബിനു തോമസിന്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാന്നാ പറഞ്ഞേ. ആദ്യം ഞാൻ വിചാരിച്ചു ആ ബോക്സിനകത്തൊരു പട്ടി ഉണ്ടെന്ന്. ഞാൻ ഇവിടെ വരുന്ന വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആ ഗിഫ്റ്റിനകത്ത് പട്ടിയോ ഹാംസ്റ്ററോ പൂച്ചയാണ്. അപ്പൊ ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഹോള് വരണ്ടേ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പട്ടി എങ്ങനെ അതിനകത്ത് ബ്രീത് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചോണ്ട്. അപ്പൊ ഇവിടെ വേണ്ടി ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ക്ലൂ പറയാം. So അപ്പം basket met for that so the doggy has some toys for the tan. പക്ഷേ doggy ko പക്ഷേ that doggy ko want that dash പ്രസന്റിനകത്ത് എന്താണെന്ന് അറിയാവോ? പ്രസന്റിനകത്ത് ഒരു ട്രാവൽ ബാഗാണ്. ട്രാവൽ ചെയ്യുമ്പോൾ ഡോഗിനെയൊക്കെ കൊണ്ടുപോകുന്നത്. അത് ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാവും, എന്തെങ്കിലും ക്ലൂ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വെൽ പാക്ക് ആയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇവർക്ക് ഒരു രീതിയിൽ അതിനകത്ത് എന്താണെന്നൊരു ഐഡിയ കിട്ടത്തില്ലായിരുന്നു. പിന്നെ അമ്മ വേറൊരു ചാലഞ്ച് ചെയ്ത് ആ കേജ് പാക്ക് ചെയ്യുന്ന അമ്മ ഓർത്ത് അത് ഞങ്ങളുടെ പ്രസന്റ് പാക്ക് ചെയ്യുന്ന സാധനത്തിൽ പാക്ക് ചെയ്യണം. പക്ഷെ അപ്പൊ ബിനോങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവരുടെ പ്രസന്റ് റാപ്പർ കൊണ്ട് റാപ്പ് ചെയ്ത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ക്ലൂവും കിട്ടത്തില്ല. നിങ്ങളാണ് പ്ലാൻ ചെയ്തത്. ഹന്ന ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹണ്ടർ വാലി ക്രിസ്മസ് ലൈറ്റ് കാണാൻ പോയപ്പോൾ അവിടെ നമുക്ക് സാന്റയ്ക്ക് ലെറ്റർ എഴുതായിരുന്നു കേട്ടോ. ആ സാന്റയ്ക്ക് എഴുതിയ ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഐ വാണ്ട് എ ഡോഗ്. ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ റീഡ് ചെയ്ത ഒരു സീക്രട്ട് അപ്പം ഞങ്ങൾ പൊട്ടിച്ച് പോയ അപ്പാണ് പൊട്ടിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞാണ് അവർ ആ ഗിഫ്റ്റ് അവർക്കുള്ളതെന്ന് അറിയുന്നത്, അവർ പൊട്ടിക്കുന്നേ. ഒരു സൈഡിലെ സന്തോഷം, ഒരു സൈഡിലെ സങ്കടം. ബിക്കോസ് പട്ടിയുടെ പേരൻസിന് അവൻ ഇട്ടിട്ട് പോലെ അവന് ഭയങ്കര സങ്കടം. ഒരു ഗേൾ ഡോഗിനായിട്ട് ഞങ്ങൾ മേടിച്ചു. അപ്പൊ ഞങ്ങൾ ഭയങ്കര മഴയൊക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് സ്മൈലിംഗ് സ്മൈൽ ചെയ്തു. എനിക്ക് ഉറപ്പ് ഞാൻ എന്റെ വിചാരത്തിൽ അപ്പൊ ജോക്ക് പറയുന്നത് എടുത്തോളാം പറഞ്ഞത്. നമ്മൾ ആ ഓണറിനെ വീഡിയോ ഞങ്ങളുടെ ഇവിടുന്ന് 2 hours ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വീക്കിലി അവർ നമുക്ക് ഫോട്ടോ അയച്ചു തന്നു. ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് കണ്ടു.
അങ്ങനെയൊക്കെ അവരുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവർക്കറിയില്ല. ഓഫുള്ള ദിവസം എൻ്റെയും ജോബിയസിൻ്റെയും പണി ഇതാണ്, രാവിലെ ഇറങ്ങും ഷോപ്പിങ്ങിന്. നമുക്ക് പട്ടിയെ വളർത്തിയ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ പട്ടിയുടെ ഓരോ കടയിൽ കൂടെ കയറി ഇറങ്ങി ഓരോ സാധനങ്ങൾ കമ്പയർ ചെയ്ത് വാങ്ങിച്ച് ഇവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം കൊണ്ട് നമ്മളിവിടെ തിരിച്ചെത്തണം. പോവാൻ നേരം അപ്പൊ ഇങ്ങനെ ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് വല്ല ബോംബും ആണേലോ അല്ലേ ടൂസു? ബോംബ്. പിന്നെ അത് ഞങ്ങള് എന്താണ് അവരോട് സർപ്രൈസ് ആയിട്ട് തന്നെ അല്ലേ ക്രിസ്മസിന് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നോ? This is the best Christmas present I have ever had in my life. പിന്നെ ഞങ്ങളൊന്നും കാണാതിരിക്കാൻ അമ്മ എല്ലാം സാധനം എടുത്തിട്ട് ബിനുവാങ്കളുടെ വീട്ടിൽ വെച്ചു. പിന്നെ ഒരു കവ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് റീച്ച് ചെയ്യാതെ ഒരു കബോർഡ് ഉണ്ട്, അവിടെ ഞങ്ങൾ നോക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ ഒരു കവിനെ വെച്ചു. ഒരു രീതിയിൽ ഒരു സാധനം കാറി വെച്ചിട്ട് സോ ഇന്നലെ പിന്നെ ഞങ്ങള് ന്യൂ കാസിൽ പോകുന്ന പിറ്റേ ദിവസം ഞാൻ ഡാഷ്ബോർഡ് തുറന്നു നോക്കിയതാട്ടോ. ആ വണ്ടിയുടെ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ പട്ടിയുടെ സകനാന സാധനങ്ങളും. പക്ഷെ അപ്പ അതിന്റെ മുമ്പത്തെ ദിവസം അതെല്ലാം എടുത്ത് മാറ്റിയില്ല. അന്ന് ഞാൻ കട്ട് പിടിച്ച വട്ടീനെ മേടിക്കാൻ പോവാന്ന്. അപ്പം ന്യൂകാസിലല്ല സെസ്നോക്ക് എന്ന ആ സ്ഥലത്തിന്റെ പേര് കേട്ടോ. ക്രിസ്മസിന്റെ ഡോഗ് ആയതുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് ഡ്രസ്സും ക്രിസ്മസ് തൊപ്പിയൊക്കെ വാങ്ങിച്ച് റെയിൻഡിയറിന്റെ വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ടു, അവനൊരു ഡിസ്കംഫോർട്ടായിരുന്നു അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട്. ഞങ്ങൾ മേടിച്ച ഡോഗിന് എന്താ പേരിട്ടെന്ന് പറഞ്ഞാൽ സാന്റിയ. ബിക്കോസ് അതിനൊരു സാന്റിൻ്റെ കളറുണ്ട്. പിന്നെ അത് ക്രിസ്മസിന് അപ്പോൾ സാന്റയുടെ പകരം സാന്റിന്നിട്ട് അവൻ്റെ മദറിന് ബൈ ബൈ പറയുന്ന സീനാണ്. ഇതാണ് ഓണർ. അത് കഴിഞ്ഞ് മദറും ഫാദറും ഷിറ്റ്സും ആണ്. നമ്മളങ്ങനെ നോക്കി വാങ്ങിച്ചതാണ്. കണ്ടോ രണ്ടുപേരും അമ്മ മടിയിലിരുത്തി കണ്ടാണ് ആദ്യം നമ്മൾ ഇങ്ങനെ ട്രാവൽ ബാഗിലൊക്കെ ഇട്ട് വണ്ടിയിലൊക്കെ കയറ്റി. പക്ഷെ അവനൊരു ഡിസ്കംഫോർട്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അവൻ കരയാൻ തുടങ്ങി. അവൻ്റെ ഫസ്റ്റ് ടൈം ജേർണി ആയിരിക്കുമല്ലോ അത്. ഇത്രയും അപ്പൊ നമ്മളെ അമ്മയുടെ ഞങ്ങൾ ഇച്ചിരി നേരൊക്കെ നിർത്തണമെന്ന്. ബിക്കോസ് പട്ടിക്കൊക്കെ വോക്കൊക്കെ കൊടുക്കണമെന്ന് ഞങ്ങൾ ലീഷിട്ട് കൊടുത്താണ് ബിനാങ്കളുടെ വീട്ടിൽ റേറ്റ് ചെയ്തപ്പോ. പക്ഷെ അവൻ ഓർത്ത് അത് ആരൊക്കെ അവനെ പിടിക്കുന്നുണ്ടെന്നാ ലീഷിന്റെ ബോഡിയിലിടുന്ന സാധനം ഇട്ടപ്പോ. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറ്റി. അതെ, ആദ്യമായിട്ട് ഞങ്ങളുടെ വണ്ടിയിലൊരു പട്ടി കയറുന്നതാണ്. ഇനി അങ്ങോട്ട് മൊത്തം കൊണ്ടോണല്ലോ. ശരി, അത് ശരി. നമ്മൾ സെക്കൻഡ് ഇതിനു മുമ്പ് നമ്മുടെ ഓണറിന് പട്ടി ഉണ്ടായിരുന്നു നമുക്കറിയില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ഗസ് ചെയ്യുന്നതാണ്. അതിന്റെ കോസ്റ്റ് ഗസ് ചെയ്യുന്ന ടൈമാണ്. പിന്നെ ഞങ്ങൾ ഗസ് ചെയ്തു. ഹന്നനെ ഇയർലി എത്തി. ലാസ്റ്റ് അപ്പം ഞങ്ങൾ കാറിൽ കയറി. ഇപ്പൊ അവര് തന്നെ പറയാട്ടോ മിണ്ടാതിരിക്കുക, പട്ടിക്ക് ഡിസ്റ്റർബൻസ് ആവുന്നു. കുറച്ചു നേരം കഴിയുമ്പോ കണ്ടോ അമ്മയുടെ ബേബിയായി പട്ടി. അവൻ ട്രാവൽ ബാഗ് ഒക്കെ മാറ്റി എന്റെ മടിയിലേക്ക്. പട്ടി വണ്ടിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റ് ഏരിയയിലെത്തി ഇറങ്ങി കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ച്. അവൻ പെട്ടെന്ന് ഫ്രണ്ട്ലി ആയിട്ടോ ഇവരുടെ കൂടെ കളിയൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ
പിന്നെ ആദ്യത്തെ ദിവസത്തിന്റെ നൈറ്റിൽ ഇച്ചിരി കരച്ചിലൊക്കെ ഉണ്ടാവും ബിക്കോസ് ആദ്യത്തെ ദിവസമല്ലേ വേറെ നമ്മളങ്ങനെ പാർക്കിൽ പട്ടീനെ പേടിയുള്ള നെക്സ്റ്റ് ഡേ എവിടെയാ ബിനുവങ്ങളുടെ ഹൗസ്. അടുത്ത സാധനങ്ങൾ, അതായത് നമ്മൾ ഓൺലൈനിൽ കുറെ സാധനങ്ങൾക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് സെർച്ച് ചെയ്യുകയാണ് അല്ലേ. സാധാരണ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ വെക്കുന്ന ആ റൂമിൽ തന്നെ ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്യാറുണ്ട് ചില സാധനം. അപ്പൊ ഇവര് ഈ റൂമാണ് അവർ സ്ഥിരമായി വെക്കുന്നത്. ബെഡും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, പട്ടിക്ക് വേണ്ട എല്ലാ കേജും എല്ലാം നമ്മൾ അങ്ങോട്ടാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് നമുക്കത് എടുത്തുകൊണ്ട് വരാതെ ഇങ്ങോട്ട് പോരാൻ പറ്റത്തില്ല, കാരണം പോട്ടി ട്രെയിനിങ്ങിൻ്റെ മാറ്റൊക്കെ വേണമായിരുന്നു. അപ്പം നമ്മൾ അവിടെ കയറി അതൊക്കെ എടുത്തിട്ടാണ് വന്നത്. അതോ എനിക്ക് തോന്നുന്ന അവിടെ പുല്ലിന്റെ അവിടെ ട്രെയിൻ മാറ്റലാണ് ചെയ്തത്, അതുകൊണ്ടാണ് ആ മാറ്റം ഓർഡർ ചെയ്തത്. അത് ഓണർ നമ്മളോട് പറഞ്ഞായിരുന്നു അങ്ങനത്തെ മാറ്റൊക്കെ വാങ്ങിക്കണം എന്ന്. അപ്പം ഇപ്പോഴും ഞങ്ങൾ ബിനാങ്കുടെ ഹോമിൽ പിന്നെ ബിനാങ്ക് കാഷ് ചെയ്തു. അപ്പം ഞാൻ വാച്ചിങ് ദ ഡോഗിനെ, പിന്നെ അപ്പം ഹോട്ട് കുക്കിങ് ഞാൻ വാച്ചിങ് ക്യാമൽ, പിന്നെ ബിനാങ്കിന്റെ എൻസിനാണ്ടി അപ്പൊ കൊറേ നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത് ഞങ്ങളുടെ ഫാമിലിക്കുള്ള ബെസ്റ്റ് ഡോഗ്. പിന്നെ ഞങ്ങൾ ഹോംമേഡ് നൈറ്റിൽ അവനെ നമ്മൾ അകത്താണ് കിടത്തിയത്. അപ്പൊ അകത്ത് അവനുള്ള ബെഡും കൂടുമെല്ലാം ഭയങ്കര കരച്ച് സങ്കടമായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് കിടക്കാനായിട്ട്. നേരത്തെ നമ്മുടെ ലോണ്ട്രി റൂമിൽ നമ്മൾ ഗേജൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ കിടത്തി കേട്ടോ. അപ്പം കറക്റ്റായിട്ട് ആ മാറ്റിനകത്താണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പത്തെ മുള്ളി ഇതൊക്കെ വെച്ചത്, അല്ലാതെ അവിടെ ഒന്നും ഒരു വൃത്തികേടൊന്നും ആക്കിയില്ലായിരുന്നു. കറക്റ്റ് ആ മാറ്റിനകത്തായിരുന്നു ആ മുള്ളിയത്. അങ്ങനെ പോട്ടി ട്രെയിൻ ആയതുകൊണ്ട് അവൻ ആ മാറ്റിനകത്തെ അവൻ മുള്ളുള്ളൂ. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് 6:30 സീനാട്ടോ. വെക്കേഷനാണ്, ഓഫാണ്, അല്ലെങ്കിൽ 1 മണി വരെ കിടന്നുറങ്ങുന്ന മക്കളാണ്. രാവിലെ 6:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് അമ്മ സാൻഡി ക്രൈയിങ്. പാവം പട്ടിക്കിടന്ന് കരയെന്ന് വെച്ച കേട്ടോ. അപ്പൊ എനിക്ക് അവന് മുള്ളാൻ വേണ്ടിയാണ് 6 മണിയായപ്പോഴത്തേനും അവൻ എഴുന്നേറ്റ് കരച്ചിൽ തുടങ്ങിയായിരുന്നു. മുള്ളാൻ വേണ്ടി അഴിച്ചുവിടാൻ വേണ്ടിയായിരുന്നു. അപ്പത്തേനും 6:30 ഏർലി മോർണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.